വർഷം മുൻപ് കാണാതായ കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കുടുംബം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി വിജിൽ തിരിച്ചെത്തില്ലെന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. വിജിലിന്റെ മൃതദേഹം സരോവരം പാർക്കിന് സമീപം ചതുപ്പിൽ താഴ്ത്തിയെന്നാണ് പിടിയിലായ സുഹൃത്തുക്കളുടെ മൊഴി. നിഖിൽ, ദീപേഷ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. അമിതമായി ലഹരി ഉപയോഗിച്ചതോടെ വിജിൽ മരിച്ചെന്നും തുടർന്ന് മൃതദേഹം ചതുപ്പിൽ താഴ്ത്തുകയായിരുന്നുവെന്നുമാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് എലത്തൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മാർച്ച് 24 കേസിനാസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ അമിതമായി ലഹരി ഉപയോഗിച്ച ശേഷം അടുത്ത ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപം ചതുപ്പിലാണ് ഇവർ വിജിലിന്റെ മൃതദേഹം താഴ്ത്തിയത്. വിജിലിനെ കാണാതായ ദിവസം കേസിലെ ഒന്നാം പ്രതിയായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിലും വിജിലും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും നിഖിലിനെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. നിഖിലിന് പുറമെ ഇവരുടെ സുഹൃത്ത് വേങ്ങേരി സ്വദേശി ദീപേഷും അറസ്റ്റിലായിട്ടുണ്ട്. കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. വിജിൽ മരിച്ചെന്ന് വ്യക്തമായതോടെ അച്ഛൻ വിജയന്റെയും അമ്മ വസന്തയുടെയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ദുഃഖകരമായ വിരാമമാകുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് പ്രതികളെന്നതും കുടുംബത്തിന് ഞെട്ടലായി. മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയ ശേഷം 8 മാസങ്ങൾ പിന്നിടുമ്പോൾ സംഭവസ്ഥലത്തെത്തി എല്ലുകളെടുത്ത് കടലിൽ ഒഴുക്കിയെന്നാണ് പ്രതികളുടെ മൊഴി. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 6 മാസം മുമ്പ് കോഴിക്കോട് കമ്മീഷണർ നാരായണൻ വിജിലന്റെ തിരോധാന കേസ് അന്വേഷിക്കാൻ എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയും പിന്നീട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രതികളെ കുടുക്കിയത്. എലത്തൂർ SI VT ഹരീഷ് കുമാർ, ASIമാരായ PK സുരേഷ്, C അജിത്, CPOമാരായ വൈശാഖ്, പ്രശാന്ത്, മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. News 18 കോഴിക്കോട്.